ചോദ്യം: എൻ്റെ ഭാര്യ മരിച്ചു. കുളിപ്പിച്ചതിൻ്റെ ശേഷം അവളെ ചുംബിക്കാനും അവളെ കാണാനും ഞാൻ ഉദ്ദേശിച്ചു. പക്ഷേ നിയമം അനുവദിക്കില്ലെന്ന് പറഞ്ഞ് ചിലരെന്നെ തടഞ്ഞു. അത് ശരിയാണോ? ഇതിൻ്റെ ഇസ്ലാമിക മാനം എന്താണ്? മരിച്ച ഭാര്യയെ എനിക്ക് കുളിപ്പിക്കാമോ? ഉത്തരം: ഭാര്യ മരിച്ച ശേഷം ഭർത്താവിന് അവളെ ചുംബിക്കലും നോക്കലും അനുവദനീയമാണ്. അതിന് വിലക്കേർപ്പെടുത്തുന്നതിന് യാതൊരു മാനദണ്ഡവുമില്ല. അത് ശരീഅത്തിൻ്റെ വിധിയോട് യോജിക്കുന്നതുമല്ല. കാരണം വിവാഹബന്ധം മരണത്തോടെ മുറിഞ്ഞു പോവുകയില്ല. പക്ഷേ വികാരത്തോടെ നോക്കലും ചുംബിക്കലും ഹറാമാണ്. മരണപ്പെട്ട ഭാര്യയെ ഭർത്താവിന് കുളിപ്പിക്കാമെന്ന് വളരെ വ്യക്തമാണ്. ഇക്കാര്യം ഇമാം നവവിയുടെ മജ്മുഇൽ വന്നിട്ടുണ്ട്. ഷർഉൽ മുഹദ്ദബ് 5-ാം വാള്യം 132, 135 പേജുകളിൽ ഭാര്യയ്ക്ക് ഭർത്താവിനെയോ ഭർത്താവിന് ഭാര്യയെയോ കുളിപ്പിക്കുന്നതിന് വിരോധമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ത്രീക്ക് തൻ്റെ ഭർത്താവിനെ കുളിപ്പിക്കാമെന്ന് ഇബ്നു മുൻദിർ ഉദ്ധരിച്ചിട്ടുണ്ട്. ഭർത്താവിന് തൻ്റെ ഭാര്യയെ കുളിപ്പിക്കാമെന്ന് ഭൂരിപക്ഷം പണ്ഡിതരും പറയുന്നു. അൽഖമയിൽ ഇബ്നു മുൻദിർ ഉദ്ധരിച്ച ഹദീസിൽ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ ഭാര്യ അസ്മാ ബിൻത്ത് ഉമൈസ് കുളിപ്പിക്കണമെന്ന് വസിയത്ത് ചെയ്തിരുന്നു. അസ്മാ തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുളിപ്പിക്കുകയും ചെയ്തു. ഒരാളും അത് നിഷേധിച്ചിട്ടില്ല. പക്ഷേ കുടുംബത്തിൽപ്പെട്ട അടുത്ത സ്ത്രീകളോ അതുമല്ലെങ്കിൽ അന്യ സ്ത്രീകളോ കുളിപ്പിക്കലാണുത്തമം. അവരെ മുന്തിക്കൽ നിർബന്ധമാണെന്ന അഭിപ്രായത്തെ ബലപ്പെടുത്തിയവരും ഉണ്ട്. ചോദ്യം: എയ്ഡ്സ് ബാധിച്ച മരണലക്ഷണങ്ങൾ പ്രകടമായ രോഗിയെ വധിക്കൽ, ദയാവധം അനുവദനീയമാണോ? ഉത്തരം: ഒരു രോഗിയെയും അദ്ദേഹത്തിൻ്റെ രോഗം എത്ര അപകടകരമായതാണെങ്കിലും വധിക്കൽ അനുവദനീയമല്ല. നീതിയല്ലാതെ ഒരു മനുഷ്യനെ നിങ്ങൾ വധിക്കരുത്. കരുതിക്കൂട്ടി ആരെയെങ്കിലും ഒരു വിശ്വാസിയെ വധിച്ചാൽ അവൻ്റെ പ്രതിഫലം നരകമാണ്. അള്ളാഹു അവനോട് കോപിക്കുകയും ശപിക്കുകയും ചെയ്യുന്നതാണ്. വേദനാജനകമായ ശിക്ഷ അള്ളാഹു അവന് തയ്യാറ് ചെയ്തിട്ടുണ്ട്. ചോദ്യം: ഗർഭിണിയായ ഒരു സ്ത്രീ മരണപ്പെട്ടു. ഗർഭസ്ഥ ശിശുവിന് ജീവനുള്ളതിൻ്റെ ലക്ഷണങ്ങൾ അനുഭവപ്പെടുകയും ചെയ്യുന്നു. എങ്കിൽ എന്തു ചെയ്യണം? സ്ത്രീയെ അതേപടി മറവു ചെയ്യാമോ? ഉത്തരം: പാടില്ല. ഗർഭസ്ഥ ശിശുവിന് ജീവനുണ്ടെങ്കിൽ ഉടനെ തന്നെ ശസ്ത്രക്രിയ ചെയ്ത് കുട്ടി രക്ഷപ്പെടുമെന്നുണ്ടെങ്കിൽ അതിനെ രക്ഷപ്പെടുത്തേണ്ടതാണ്. ജീവനുള്ള കുട്ടി സഹിതം മറവു ചെയ്യാൻ പാടില്ല. ചോദ്യം: മരണം ആസന്നമായ ഒരു അമുസ്ലിമിന് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കേണ്ടത് എങ്ങനെയാണ്? ആദ്യം 2 തൗഹീദ് കലിമ ചൊല്ലിക്കൊടുക്കുകയും പിന്നെ കലിമത്ത് തൗഹീദ് മാത്രം ആവർത്തിച്ചു പറയുകയുമാണ് വേണ്ടതെന്ന് ഒരു പുസ്തകത്തിൽ വായിക്കുകയുണ്ടായി. അത് ശരിയാണോ? ഉത്തരം: ശരിയാണ്. മരണം ആസന്നമായ അമുസ്ലിമിന് കലിമ ചൊല്ലിക്കൊടുക്കുകയാണെങ്കിൽ ആദ്യമായി 2 ഷഹാദത്ത് കലിമയും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് ചൊല്ലിക്കൊടുക്കണം. അയാൾ അത് ഉച്ചരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രം ആവർത്തിച്ചാൽ മതി. ചോദ്യം: മുസ്ലിമായ മനുഷ്യൻ ആത്മഹത്യ ചെയ്താൽ അവൻ്റെ പേരിൽ മഗ്ഫിറത്തിന് വേണ്ടി നിസ്കാരം പോലെയുള്ള കാര്യങ്ങൾ നിർവഹിക്കാമോ? ഉത്തരം: മഹാപാതകമാണ് ആത്മഹത്യ. കൊടും പാപമായിട്ടാണ് ഇസ്ലാം അതിനെ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു. ഒരാൾ ഏത് പ്രകാരമാണോ സ്വയം ജീവനെടുക്കുന്നത് അതേ രൂപത്തിൽ അവൻ നരകത്തിൽ ശാശ്വതമായി ശിക്ഷിക്കപ്പെടും. ആയുധം കൊണ്ടാണെങ്കിൽ അതേ ആയുധം കൊണ്ടും, വിഷം കഴിച്ചുകൊണ്ടാണെങ്കിൽ അതേ വേദന നൽകിയും, ഉയർന്ന സ്ഥലത്ത് നിന്ന് താഴോട്ട് ചാടുകയാണെങ്കിൽ ആ വിധത്തിലും അവൻ ശിക്ഷിക്കപ്പെടുന്നതാണ്. ഒരിക്കൽ ആത്മഹത്യ ചെയ്ത ഒരാളുടെ മയ്യത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ കൊണ്ടുവന്നപ്പോൾ അവിടുന്ന് നിസ്കരിക്കാൻ വിസമ്മതിച്ചതായി ഹദീസിൽ കാണാം. ഐഹിക ലോകത്തെ പ്രയാസങ്ങളിൽ നിന്ന് മോചനമാർഗമാണല്ലോ ആത്മഹത്യ ചെയ്യുന്നവർ അതിനെ കാണുന്നത്. മരിച്ചു കഴിഞ്ഞാൽ എല്ലാം ശുഭമായെന്ന ധാരണ പരലോകത്തിൽ വിശ്വാസമില്ലായ്മയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാം അതിനെ ഗുരുതരമായ പാപമായി കാണുന്നതും. എന്നാൽ ആത്മഹത്യ ചെയ്തവന് വിശ്വാസം നഷ്ടപ്പെട്ടുവെന്ന് നമുക്ക് ഖണ്ഡിതമായി പറയാൻ കഴിയില്ല. കാരണം വിശ്വാസം അവൻ്റെ ഹൃദയത്തിലാണല്ലോ കുടികൊള്ളുന്നത്. ഈ കാരണത്താൽ മുസ്ലിങ്ങളുടെ മയ്യത്ത് സംസ്കരണം പോലെ അവനെ കുളിപ്പിക്കുകയും കഫൻ ചെയ്യുകയും നിസ്കരിക്കുകയും മുസ്ലിങ്ങളുടെ മഖബറയിൽ ഖബറടക്കം ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ആത്മഹത്യ ചെയ്ത മയ്യത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാതിരുന്നത് ഈ പാതകത്തിൻ്റെ ഗൗരവ സ്വഭാവം അനുയായികളെ ധരിപ്പിക്കാനും ഭാവിയിൽ മറ്റുള്ളവർ ഇത് ചെയ്യാതിരിക്കാനും വേണ്ടിയാണെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ചോദ്യം: പൊതു ഖബറിടങ്ങളിൽ ജാറം കെട്ടൽ തെറ്റല്ലേ? ഉത്തരം: ബർക്കത്തെടുക്കാനും സിയാറത്ത് ചെയ്യാനും സൗകര്യത്തിന് വേണ്ടി പൊതു ഖബറിടങ്ങളാണെങ്കിലും ഔലിയാക്കളുടെ ഖബർ കെട്ടിപ്പൊക്കൽ ജായിസാണ്.
ചോദ്യം: മരിച്ചവരുടെ പേരിൽ അന്നദാനം നടത്തുന്നത് ബിദ്അത്തല്ലേ? കേരളത്തിലുള്ളവരല്ലാതെ മുമ്പാരെങ്കിലും ഇത് നടത്തിയിരുന്നോ? ഉത്തരം: മയ്യത്ത് മറവ് ചെയ്ത നാൾ മുതൽ 40 ദിവസം മരണപ്പെട്ട ആളിന് പ്രതിഫലം കിട്ടാൻ വേണ്ടി അന്നദാനം ചെയ്യൽ സ്വഹാബത്ത് സുന്നത്തായി ആചരിച്ചിരുന്നു. ഇതിൽ നിന്ന് ഇത് കേരളക്കാർ കൊണ്ടുവന്ന ബിദ്അത്തല്ലെന്ന് മനസ്സിലായില്ലേ? ചോദ്യം: മയ്യത്തിന്റെ മേൽ റീത്ത് സമർപ്പിക്കാമോ? ഉത്തരം: പാടുള്ളതല്ല. അമുസ്ലിങ്ങളുടെ ആചാരമാണത്. നാം അതിൻ്റെ വക്താക്കളാവരുത്. ചോദ്യം: മൃതദേഹത്തോട് ആദരവ് ഇഹ്തിറാം കാണിക്കണമെന്നാണല്ലോ ഇസ്ലാമിൻ്റെ നിർദ്ദേശം. എങ്കിൽ മയ്യത്തിൻ്റെ ആദരവിനെ തന്നെ ഹനിക്കുന്ന പോസ്റ്റ്മോർട്ടം അനുവദനീയമാണോ? ഉത്തരം: മൃതശരീരത്തെ വികലമാക്കുന്നതും അനാദരിക്കുന്നതും അനുവദനീയമല്ല. എന്നാൽ വയറ്റിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ അകപ്പെടുക, വയറ്റിൽ ജീവനുള്ള കുട്ടികളുണ്ടാവുക തുടങ്ങിയ കാരണങ്ങളാൽ അവ പുറത്തെടുക്കാൻ വേണ്ടി മൃതദേഹത്തിൻ്റെ വയറുകീറൽ അനുവദനീയമാണ്. ഇന്ത്യൻ സാഹചര്യത്തിൽ പോസ്റ്റ്മോർട്ടത്തിന് വിധേയനാവേണ്ട അവസ്ഥ ഉള്ളതിനാൽ ഇതിനെ നിർബന്ധിക്കപ്പെട്ടതിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്താം.